ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ബിഗ് ലേണിംഗ്. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ 2025 ഗ്രൂപ്പ് ഡി എക്സാമിന് വേണ്ടിയിട്ട് ഒരു പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റ് എന്നൊരു ടോപ്പിക്കാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ ജോഗ്രഫിയിലെ ഡ്രെയിനേജ് സിസ്റ്റം, നമ്മുടെ റിവർ സിസ്റ്റത്തെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എക്സാമിന് ഏറ്റവും പ്രധാനമായും ചോദിക്കുന്ന ഒരു പാർട്ടാണ് ഇന്ത്യയിലെ റിവർ സിസ്റ്റം എന്ന് പറയുന്നത്. അതിന് നമുക്ക് ഇന്ത്യൻ റിവർ സിസ്റ്റം തന്നെ രണ്ട് രീതിയിൽ പഠിക്കാൻ പറ്റും. ഹിമാലയൻ റിവേഴ്സും ഉണ്ട്, പെനിൻസുലാർ റിവേഴ്സും ഉണ്ട്. ഹിമാലയൻ റിവർ എന്ന് പറഞ്ഞാൽ ഹിമാലയത്തിൽ നിന്നും ഒറിജിൻ ചെയ്യുന്ന റിവേഴ്സാണ് ആര്? ഹിമാലയൻ റിവേഴ്സ്. പെനിൻസുലാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സൗത്ത് ഇന്ത്യ ഉണ്ടല്ലോ. എന്താണ് ഈ വാക്ക് പെനിൻസുലാർ എന്നറിയോ? പെനിൻസുലാർ വെള്ളത്തിൽ ഉപദ്വീപ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഒരു കരയുടെ 3 സൈഡ് വെള്ളമാണ്. ആ കരയെ നമ്മൾ വിളിക്കുന്ന വാക്കാണ് എന്ത്? പെനിൻസുലാർ. സോ ഇന്ത്യ ഒരു പെനിൻസുലാർ കൺട്രിയാണ്. ഓക്കെ, സോ ഇന്ത്യയുടെ പെനിൻസുലാർ റീജിയനിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളെ നമ്മൾ എന്ത് പറയും? പെനിൻസുലാർ റിവേഴ്സ് എന്ന് പറയും. സോ നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഇന്ത്യയിലെ പെനിൻസുലാർ റിവേഴ്സിനെ പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നമ്മൾ റിവർ സിസ്റ്റം പഠിക്കുമ്പോൾ മെയിനായും പഠിക്കേണ്ട ഒന്ന് രണ്ട് കാര്യമുണ്ട്. ഒന്ന്, നമ്മൾ പഠിക്കുന്ന ഏതൊരു മഹാനദി എന്ന് പറഞ്ഞാൽ വലിയ നദികൾ, അതായത് കടലിൽ പോയി അവസാനിക്കുന്ന നദികൾ, അങ്ങനത്തെ വലിയ നദികൾ പഠിക്കുമ്പോൾ മെയിനായിട്ട് നോക്കേണ്ട ആദ്യത്തെ കാര്യം എവിടെ നിന്നാണ് ആ റിവറിൻ്റെ സോഴ്സ്, അതായത് ഒറിജിൻ, എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണ്, ആദ്യം പഠിക്കേണ്ട കാര്യം. രണ്ടാമത്, നമ്മുടെ ഈ നദികളിൽ ഇപ്പോൾ നമ്മൾ പറയും ഇതൊരു വലിയൊരു നദിയാണ്, ഒരു മഹാനദി. ഈ നദിയിലേക്ക് ഇടയ്ക്ക് വെച്ച്, അതായത് വഴികളിൽ വെച്ച് മറ്റു ചില നദികൾ എന്ത് ചെയ്യും? ഇങ്ങനെ വന്നു ചേരാറുണ്ട്. ഈ വന്നു ചേരുന്നവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രിബ്യൂട്ടറീസ് എന്ന് പറയും. എന്താണ് ട്രിബ്യൂട്ടറീസ്? വെള്ളത്തിൽ പോഷക നദികൾ എന്ന് പറയും. സോ നമ്മൾ എല്ലാ മഹാനദികളുടെയും എന്ത് പഠിച്ചിരിക്കണം? കൃത്യമായി ട്രിബ്യൂട്ടറീസ് പഠിച്ചിരിക്കണം. അതൊരു ഇമ്പോർട്ടൻറ്റ് സാധനമാണ്, ട്രിബ്യൂട്ടറീസ് അഥവാ പോഷക നദികൾ കേട്ടോ. ഇനി മൂന്നാമത്തെ കാര്യമാണ് നമ്മൾ എല്ലാ റിവറിലും മെയിനായിട്ടുമുള്ള പ്രോജക്റ്റുകൾ കൃത്യമായും പഠിക്കണം. പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡാമുകൾ കേട്ടോ. കാരണം ഡാമും എക്സാമിന് ഒരുപാട് സ്റ്റാറ്റിക്കായിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ്. സോ ഇന്ത്യയിൽ ഈ പറഞ്ഞ റിവേഴ്സിലുള്ള ഡാം പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ ആ ഡാം ഏത് റിവറെന്നും പഠിക്കണം, കൂടാതെ ഏത് സ്റ്റേറ്റിലാണെന്ന് കൂടി പഠിക്കണം കേട്ടോ. ഏത് നദിയിലാണ്, അതുപോലെ തന്നെ ഏത് സ്റ്റേറ്റിലാണ് ആ പർട്ടിക്കുലർ ഡാം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ വേണം നമ്മൾ മെയിനായിട്ടും എന്ത് ചെയ്യാൻ? റിവർ സിസ്റ്റത്തിൽ പഠിച്ചു വെക്കാൻ. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യയിൽ ഏത് റിവേഴ്സാണ്? പെനിൻസുലാർ റിവേഴ്സ് ആണ്. അപ്പോൾ നോക്കിയാൽ നമുക്ക് ഏതൊക്കെയാണ് പെനിൻസുലാർ റിവേഴ്സിൽ വരുന്നതെന്ന്. ഓക്കെ, നമുക്ക് പെനിൻസുലാർ തന്നെ രണ്ടായി തിരിക്കാം. അതായത് പെനിൻസുലാറിൽ തന്നെ വെസ്റ്റിലേക്ക് ഒഴുകുന്ന നദി അല്ലേ, വെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏത് കടല? അറബിക്കടൽ അല്ലേ. അതുപോലെ ഈസ്റ്റിലേക്ക് വരുന്ന നദികൾ, ഈസ്റ്റ് എന്ന് പറയുമ്പോൾ ഏതാണ്? ബേ ഓഫ് ബംഗാൾ കടൽ അല്ലേ. ഈ രണ്ട് കടലിൽ അവസാനിക്കുന്ന നദികൾ നമുക്കുണ്ട് അല്ലേ. ആദ്യം നമുക്ക് ഇന്ത്യയിൽ ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് നമുക്ക് നോക്കാം. അതായത് നമ്മുടെ ഏത് കടലിൽ? ബേ ഓഫ് ബംഗാളിൽ അവസാനിക്കുന്ന നദികൾ. ആദ്യം അതൊക്കെ ആരൊക്കെയെന്ന് നോക്കാം. സോ ഫസ്റ്റ് വൺ, ആദ്യത്തെ റിവറാണ് ഗോദാവരി. ആരാണ്? ഗോദാവരി കേട്ടോ. ഗോദാവരിയെ പറ്റി പറയുകയാണെങ്കിൽ ഗോദാവരിയാണ് നമ്മുടെ രാജ്യത്തിലെ രണ്ടാമത്തെ ലോങ്ങസ്റ്റ് റിവർ, സെക്കൻഡ് ലോങ്ങസ്റ്റ് റിവർ ആഫ്റ്റർ ആര്? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗംഗയാണ് അല്ലേ. നമ്മുടെ ഗംഗ കഴിഞ്ഞാൽ സെക്കൻഡ് ആരാണ്? ഗോദാവരിയാണ്. അത് മാത്രമല്ല ഇന്ത്യയിലെ സെക്കൻഡ്, അപ്പൊ സൗത്ത് ഇന്ത്യയിലെ ഫസ്റ്റ് അല്ലേ. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ലോങ്ങസ്റ്റ് റിവർ ആരാണ്? ഗോദാവരിയാണ്. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ലോങ്ങസ്റ്റ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഗോദാവരിയെ വിശേഷിപ്പിക്കാറുണ്ട് സൗത്ത് ഇന്ത്യയുടെ ഗംഗ എന്ന് പറയും. അതായത് ദക്ഷിണ ഗംഗ കേട്ടോ. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നത് ആരാണ്? ഗോദാവരി. അത് സൗത്ത് ഇന്ത്യയുടെ ഗംഗ അല്ലെ. സൗത്ത് ഇന്ത്യയുടെ ഏറ്റവും ലോങ്ങസ്റ്റ് റിവർ ആരാണ്? ഗോദാവരിയാണ്. അപ്പൊ ഈ ഗോദാവരിയുടെ ഒറിജിൻ എവിടെ നോക്കിയടാ? ഗോദാവരിയുടെ ഒറിജിൻ വരുന്നത് നമ്മുടെ മഹാരാഷ്ട്രയിൽ. എവിടെയാണ്? നമ്മുടെ മഹാരാഷ്ട്രയിലെ നാസിക് ഡിസ്ട്രിക്റ്റ്. എവിടെയാണ്? നാസിക്കിൽ, മഹാരാഷ്ട്രയിലെ നാസിക് നമ്മുടെ എന്ത് സിറ്റിയാണ്? നമ്മുടെ ഗ്രേപ്പ് സിറ്റി എന്നൊക്കെ അറിയപ്പെടുന്ന സിറ്റി അല്ലെ. ഇന്ത്യയുടെ ഗ്രേപ്പ് സിറ്റിയാണ് ആര്? നാസിക്. ആ നാസിക്കിൽ വലിയൊരു മലയുണ്ട്, പീക്കിന്റെ പേരാണ് ത്രയംബകേശ്വർ. എന്താണ്? ത്രയംബകേശ്വർ കേട്ടോ. അപ്പൊ ഗോദാവരിയുടെ ഒറിജിൻ എവിടെയാണ്?
മഹാരാഷ്ട്രയിലെ നാസിക്കിലെ ത്രയംബകേശ്വർ പീക്കിൽ നിന്നുമാണ് ആരുടെ ഒറിജിൻ? ഗോദാവരിയുടെ ഒറിജിൻ. ദെൻ ഗോദാവരി എങ്ങോട്ടേക്കാണ് ഒഴുകുന്നതെന്ന് നോക്കിയാടാ. നമ്മുടെ മഹാരാഷ്ട്രയിൽ നിന്നും ഈ നദി നേരെ തെലുങ്കാനയിൽ പോകും. എവിടെ പോകും? തെലുങ്കാനയിൽ നേരെ ആന്ധ്രയിൽ എത്തുകയും ആന്ധ്രയിൽ വെച്ചൊരു വലിയൊരു സിറ്റി ഇതിന്റെ കരയിലുണ്ട്. ഏത് സിറ്റി എന്നറിയോ? നമ്മുടെ ആന്ധ്രയുടെ കൾച്ചറൽ ക്യാപിറ്റൽ, നമ്മുടെ ആന്ധ്രാപ്രദേശിന്റെ കൾച്ചറൽ ക്യാപിറ്റലാണ് ഏത്? ഈ രാജമുന്ദ്രി. സിറ്റി രാജമുന്ദ്രി സിറ്റി. ഈ രാജമുന്ദ്രി ഏത് റിവറിന്റെ കരയിലാ? ഗോദാവരി. നമ്മുടെ ഗോദാവരി നദിയുടെ കരയിലാണ് രാജമുന്ദ്രി സിറ്റി സ്ഥിതി ചെയ്യുന്നത്. ദ കൾച്ചറൽ ക്യാപിറ്റൽ ഓഫ് ആന്ധ്രാപ്രദേശ് ഏതാണ്? രാജമുന്ദ്രി. കേട്ടോ, ആ രാജമുന്ദ്രി സിറ്റിയിൽ കൂടെ ഒഴുകി നമ്മുടെ നദി നേരെ ആന്ധ്രയിൽ വെച്ച് ഒരു ഡെൽറ്റ ഫോം ചെയ്യും. നമ്മൾ എന്താണ് ഈ ഡെൽറ്റ? ഈ റിവർ വഹിച്ചുകൊണ്ട് വരുന്ന വസ്തുക്കളെ ഒരു പ്രദേശത്ത് എന്താണ് കൂടിക്കിടന്ന് അവിടെ ഒരു കരയായി മാറും. അത് നമ്മൾ പറഞ്ഞ പേരാണ് എന്ത്? ഡെൽറ്റ എന്ന് പറയും. അങ്ങനെ ഒരു ഡെൽറ്റ രൂപീകരിച്ചതിന് ശേഷം ഇവിടെ നിന്ന് എവിടേക്ക് പോകും? ഇങ്ങനെ പിരിഞ്ഞ് കടലിൽ പോകും. 3 സ്റ്റേറ്റാണ് ഒഴുകുന്നത്. ഏതൊക്കെ? മഹാരാഷ്ട്ര, തെലങ്കാന, ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിൽ വെച്ച് എന്തുണ്ടാക്കും? ഡെൽറ്റ ഉണ്ടാക്കിയതിന് ശേഷം കടലിൽ പോയി അവസാനിക്കും. സിറ്റി ഏതാണ്? രാജമുന്ദ്രി സിറ്റി. സിറ്റിയാണ് ആന്ധ്രയുടെ, നമ്മുടെ ആന്ധ്രാപ്രദേശിന്റെ കൾച്ചറൽ ക്യാപിറ്റലാണ് ഏത്? രാജമുന്ദ്രി. ഓക്കെ, ഇനി നമുക്ക് ഗോദാവരിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഡാംസ് ഏതൊക്കെയെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് ഡാമാണ് പോഞ്ചംപാടു ഡാം. പോഞ്ചംപാടു അല്ലെങ്കിൽ വേറൊരു പേരുണ്ട് ശ്രീറാം സാഗർ പ്രോജക്റ്റ് എന്ന് പറയും. SRSP, ശ്രീറാം സാഗർ. എവിടെയാണ്? തെലുങ്കാനയിലാണ് ഈ ഒരു ഡാം വരുന്നത്. കേട്ടോ, ഈ ഡാം എവിടെ വരുന്നത്? തെലുങ്കാനയിലാണ്. നമ്മുടെ തെലുങ്കാനയിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഡാമാണ് പോഞ്ചംപാടു പ്രോജക്റ്റ് അഥവാ ശ്രീറാം സാഗർ പദ്ധതി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത രണ്ടാമത്തെ ഒരു പദ്ധതിയാണ് പോളവാരം പ്രോജക്റ്റ്. ഏതാണ്? പോളവാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആന്ധ്രാപ്രദേശിലാണ്. നമ്മുടെ ആന്ധ്രാപ്രദേശിൽ ഗോദാവരി വരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രോജക്റ്റാണ് ഇത് പോളവാരം പദ്ധതി എന്ന് പറയുന്നത്. പോളവാരം എവിടെയാണ്? ആന്ധ്രാപ്രദേശിൽ. ഓക്കെ, ദെൻ മൂന്നാമത്തെയാണ് ജേക്വാഡി ഡാം. ജേക്വാഡി നമ്മുടെ എവിടെ നിന്നറിയോ? മഹാരാഷ്ട്രയിൽ. നമ്മുടെ മഹാരാഷ്ട്രയിൽ ഗോദാവരി നദിയിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഡാമാണ് ഇത് ജേക്വാഡി ഡാം. അങ്ങനെ 3 ഡാം. അപ്പൊ 3 സ്റ്റേറ്റിൽ 3 ഡാമുകൾ ഉണ്ടല്ലേ. ഫസ്റ്റ് ഓഫ് ഓൾ മഹാരാഷ്ട്രയിൽ ഏതാ? മഹാരാഷ്ട്രയിൽ ഏതാണ്? ജേക്വാഡി ഡാം. ദെൻ തെലങ്കാന വരുമ്പോൾ ഏത്? പോഞ്ചംപാടു. എവിടെ? തെലങ്കാന. ആന്ധ്രയിൽ വരുമ്പോൾ ഏത് പ്രോജക്റ്റാ? പോളവാരം പ്രോജക്റ്റ് ആണ് ആന്ധ്രാപ്രദേശിൽ വരുന്നത്. സോ ഇതെല്ലാം ഏത് റിവറിലാണ്? നമ്മുടെ ഗോദാവരി നദിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഡാമുകളാണ്. ഓക്കെ, സോ ഇതാണ് ഗോദാവരിയുടെ ഒരു ഔട്ട്ലൈൻ. നമ്മുടെ ഗോദാവരി നദിയുടെ ഒരു ഔട്ട്ലൈൻ ഇതാണ്. ഇനി നമുക്ക് നേരെ ആരൊക്കെയാണ് ട്രിബ്യൂട്ടറീസ് എന്ന് നോക്കാം. ഗോദാവരിയുടെ പോഷക നദി നോക്കിക്കോ, ആരൊക്കെയാ? ഫസ്റ്റ് വൺ മഞ്ചീര. സെക്കൻഡ് വൺ പ്രാണഹിത. തേർഡ് വൺ പെൻഗംഗ. ഈ പെൻഗംഗ പോലെ വേറൊരു ട്രിബ്യൂട്ടറി ഉണ്ട്, വെൻഗംഗ എന്നൊരു ട്രിബ്യൂട്ടറിയും ഉണ്ട്. വെൻഗംഗ. ദെൻ നാലാമത്തെ ഇന്ദ്രാവതി. 5 ശബരി. 6 വർദ്ധ. കേട്ടോ, ഈ വർദ്ധയൊക്കെ ഇപ്പൊ കഴിഞ്ഞ ഒരു SSC എക്സാമിനൊക്കെ CGL എക്സാമിനൊക്കെ ചോദിച്ചു കേട്ടോ. വർദ്ധ ആരുടെ ട്രിബ്യൂട്ടറി ആണ്? കേട്ടോ, ഗോദാവരി. ആരൊക്കെയാണ്? മഞ്ചീര. കേട്ടാ, ഈ മഞ്ചീര അഥവാ മാഞ്ചിറ എന്ന് പറയുന്ന ഈ ഒരു നദിയിൽ ഇരിക്കുന്ന ഒരു ഫേമസ് ഡാമാണ് നിസാം സാഗർ ഡാം എന്ന് പറയും. ഇതൊരു PYQ ആണ്, ചോദിച്ചിട്ടുണ്ട്. നിസാം സാഗർ ഡാം ഇത് എവിടെ നിന്നറിയോ ഈ ഡാം പറഞ്ഞത്? ഈ വാക്ക് നോക്കിയാണ് നിസാമുകൾ. ആരാണ് ഈ നിസാം? നമ്മുടെ ഹൈദരാബാദില്ലേ, നമ്മുടെ ഹൈദരാബാദ് പഴയൊരു പ്രിൻസ്ലി സ്റ്റേറ്റ്, നാട്ടുരാജ്യമാണ് അല്ലേ. ആ നാട്ടുരാജ്യത്തിലെ രാജാക്കന്മാരെ വിളിക്കുന്ന പേരാണ് നിസാമുകൾ എന്ന് പറയുന്നത്. കേട്ടോ, അപ്പൊ ഈ നിസാം സാഗർ ഡാം എവിടെയാ? ഹൈദരാബാദ്. അപ്പൊ ഏത് സ്റ്റേറ്റ്? തെലുങ്കാനയിലാണ്. കേട്ടോ, തെലുങ്കാനയിലാണ് നിസാം സാഗർ ഡാം വരുന്നത്. ഏത് റിവറിൽ? മാഞ്ചിറ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏത്? നിസാം സാഗർ ഡാം. അടുത്ത രണ്ടാമത്തെ റിവറാണ് പ്രാണഹിത. ഏതാണ്? പ്രാണഹിത എന്ന് പറയുന്നത്. രണ്ടാമത്തെ റിവർ ആരാണ്?
പ്രാണഹിത കേട്ടോ. അതുപോലെ തന്നെ മൂന്നാമത്തെ പെൻഗംഗ. പെൻഗംഗ പോലെ വേറൊരു നദിയാണ് വെൻഗംഗ. പെൻഗംഗയും വെൻഗംഗയും, പെൻഗംഗ വെൻഗംഗ. ദെൻ ഇന്ദ്രാവതി. ഇന്ദ്രാവതി ഭയങ്കര ഫേമസ് ആണ്. നമ്മുടെ ഇന്ദ്രാവതി നാഷണൽ പാർക്കുകൾ വരുന്നുണ്ട്. ഇന്ദ്രാവതി നാഷണൽ പാർക്ക് എവിടെയാ? നമ്മുടെ ഛത്തീസ്ഗഡിലെ ഒരു നാഷണൽ പാർക്കാണ് ഇന്ദ്രാവതി. ആ ഇന്ദ്രാവതി നാഷണൽ പാർക്കിൽ ഒഴുകുന്ന നദിയാണ് ഈ ഇന്ദ്രാവതി നദി. ഈ നദിയിലാണ് നമ്മൾ ഈ ഫിഗറിൽ കാണുന്ന വാട്ടർഫാൾ ഇരിക്കുന്നത്, ഈ ഒരു വെള്ളച്ചാട്ടം. ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ വാട്ടർഫാൾ ആണ്. ദ ലാർജസ്റ്റ് വാട്ടർഫാൾ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണ്. ഹൈറ്റ് അല്ല, നമ്മൾ പറയുന്നത് എന്താണ്? കാരണം വാട്ടർഫാൾ രണ്ട് രീതിയിൽ പറയാം, വലിപ്പവും പറയാം, ഉയരവും പറയാം. സോ ഇത് നമ്മൾ പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിപ്പം കൂടിയ വൈഡായിട്ടുള്ള വാട്ടർഫാൾ ആണ്. ആരെന്നറിയൂ? നമ്മൾ ഈ വാട്ടർഫാൾ ഇങ്ങനെ വിശേഷിപ്പിക്കാറുണ്ട്, ഇന്ത്യയുടെ നയാഗ്ര എന്ന് പറയും. ഇന്ത്യയുടെ നയാഗ്ര ഓഫ് ഇന്ത്യ. കാരണം ഈ നയാഗ്ര ആരാ? ലോകത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം, വേൾഡിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണ് അമേരിക്കയിലും കാനഡയിലുമായി ഇരിക്കുന്ന നയാഗ്ര വാട്ടർഫാൾ. അതുപോലെ ഇന്ത്യയുടെ നയാഗ്ര, ഇന്ത്യയിലെ ഏറ്റവും വാട്ടർഫാൾ ആരാണ്? ഇതാണ്. അറിയോ? ഇത് ഇതിന്റെ പേരാണ് ചിത്രാകൂട്ട് വാട്ടർഫാൾ. ഏത് വാട്ടർഫാൾ ആണ്? ചിത്രാകൂട്ട് വാട്ടർഫാൾ കേട്ടോ. ചിത്രാകൂട്ട് വാട്ടർഫാൾ ആണ് ഇന്ത്യയുടെ നയാഗ്ര, ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. ഇതെവിടെ വരുന്നത്? നമ്മുടെ ഛത്തീസ്ഗഡിലാണ്. എവിടെയാണ്? ഛത്തീസ്ഗഡിലാണ് ഈ ഒരു വാട്ടർഫാൾ എന്ത് ചെയ്യുന്നത്? സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണ് ഏത്? ഈ ചിത്രാകൂട്ട് വാട്ടർഫാൾ. നയാഗ്ര ഓഫ് ഇന്ത്യ എന്ന് പറയും. അത് ഏത് റിവറിലാണ്? ഛത്തീസ്ഗഡിലെ ഇന്ദ്രാവതി റിവറിലാണ്. നമ്മുടെ ഗോദാവരിയുടെ ട്രിബ്യൂട്ടറി ആയ ഇന്ദ്രാവതിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, സോ ഇതാണ് ഗോദാവരിയുടെ ട്രിബ്യൂട്ടറീസ്. ആരൊക്കെയാണ്? മാഞ്ചിറ, പ്രാണഹിത, പെൻഗംഗ, അതുപോലെ ഇവിടെ ഉണ്ട് വെൻഗംഗ, ഇന്ദ്രാവതി, ശബരി, വർദ്ധ. ആരുടെ ട്രിബ്യൂട്ടറി? ഗോദാവരിയുടെ പോഷക നദികൾ. ഓക്കെ, സോ ഇതാണ് ഗോദാവരി. ഓക്കെ അല്ലടാ? നമുക്ക് രണ്ടാമത്തെ റിവറിലോട്ട് പോയാലോ? രണ്ടാമത്തെ റിവർ ഇതാണ്. ആരാണ്? കൃഷ്ണ നദി. നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ തേർഡ് ലോങ്സ്റ്റ് റിവറാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും മൂന്നാമത്തെ നീളം കൂടിയ നദിയാണ് ആര്? കൃഷ്ണ നദി. സോ എവിടെയാണ് കൃഷ്ണയുടെ ഒറിജിൻ? കൃഷ്ണയുടെ ഒറിജിനും മഹാരാഷ്ട്ര തന്നെയാണ്. പക്ഷെ മഹാരാഷ്ട്രയിൽ മറ്റൊരു പീക്കാണ് മഹാബലേശ്വർ. അല്ലെ, നമ്മുടെ ഗോദാവരി കണ്ടത് ഏതാ? മഹാരാഷ്ട്രയിൽ തന്നെ ത്രയംബകേശ്വറിൽ നിന്ന്, ത്രയംബകേശ്വർ പീക്ക്. ഇത് മഹാബലേശ്വർ കൊടുമുടി, മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ കൊടുമുടിയിൽ നിന്നുമാണ് ആരുടെ ഒറിജിൻ? കൃഷ്ണ നദിയുടെ ഉത്ഭവം വരുന്നത്. അതിങ്ങനെ ഓർത്താൽ മതി. കൃഷ്ണൻ മഹാബലവാൻ അല്ലേ? മഹാബലവാൻ ശ്രീകൃഷ്ണൻ, മഹാബലേശ്വർ കൃഷ്ണ കേട്ടോ. കൃഷ്ണയുടെ ഒറിജിൻ മഹാബലേശ്വർ. ദെൻ ഈ റിവർ അവിടെ നിന്ന് നേരെ ഒഴുകി, അവിടുത്തെ മലയിൽ നേരെ ഒഴുകി കർണാടകയിൽ വരികയും കർണാടകയിൽ കൂടെ ഒഴുകി നേരെ എവിടെ? തെലുങ്കാനയിൽ പോവുകയും തെലുങ്കാനയിൽ നിന്ന് നേരെ ആന്ധ്രയിൽ വരുന്നു. ആന്ധ്രയിൽ വെച്ചൊരു ഡെൽറ്റ, നമ്മുടെ ഗോദാവരിയെ പോലെ തന്നെ ഡെൽറ്റ ഉണ്ടാക്കുന്നു. ദെൻ കടലിൽ പോയി അവസാനിക്കുന്നു കേട്ടോ. നമ്മൾ ഈ ആക്ച്വലി ഗോദാവരി കൃഷ്ണ എന്നല്ല, ഇന്ത്യയിലെ ഈസ്റ്റ് ഫ്ലോയിങ് റിവർ എല്ലാം, ഈസ്റ്റിലേക്ക് ഒഴുകുന്ന എല്ലാ റിവേഴ്സും എന്ത് ഫോം ചെയ്യും? ഈ ഡെൽറ്റ ഫോം ചെയ്യും കേട്ടോ. അതായത് എല്ലാ റിവർ കേട്ടോ, ബേ ഓഫ് ബംഗാളെ അവസാനം എല്ലാ റിവറും എന്തുണ്ടാക്കും? ഡെൽറ്റ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. സോ അതിൽ ഒരു പ്രധാന ഡെൽറ്റയാണ് കൃഷ്ണ ഡെൽറ്റ കേട്ടോ. സോ അപ്പൊ ഏതൊക്കെ സ്റ്റേറ്റ് ആണ് കൃഷ്ണ? ഗോദാവരിക്കാളും എക്സ്ട്രാ ഒരു സ്റ്റേറ്റ് പോകുന്നുണ്ടല്ലേ? കാരണം ഗോദാവരി മഹാരാഷ്ട്ര, തെലുങ്കാന, ആന്ധ്രയുണ്ട്. പക്ഷെ ഇവിടെ ഇത് കർണാടകയിൽ കൂടെ ഒഴുകുന്നുണ്ട്. ആര്? കൃഷ്ണ നദി കർണാടക കൂടി. ഇനി സിറ്റി അതൊക്കെ നോക്കടാ. കൃഷ്ണക്കരയിൽ നിന്ന് രണ്ട് വലിയ സിറ്റികളുണ്ട്. ഒന്ന് വിജയവാഡ, മറ്റൊന്ന് അമരാവതി. രണ്ടും ആന്ധ്രയിലാണ് അല്ലേ? നേരത്തെ നമ്മൾ കണ്ട രാജമുന്ദ്രിയും ആന്ധ്രയിലായിരുന്നു. പക്ഷെ രാജമുന്ദ്രി ഏത് റിവറിന്റെ കരയിലായിരുന്നു? ഗോദാവരി. പക്ഷെ വിജയവാഡയും അമരാവതി ആരുടെ കരയിലാണ്? കൃഷ്ണ നദിയുടെ കരയിലാണ്. ഏതൊക്കെ സിറ്റി? വിജയവാഡയും അമരാവതിയും വരുന്നത് എന്തിന്റെ കരയിലാണ്? കൃഷ്ണ നദിയുടെ കരയിലാണ് കേട്ടോ. ഏതൊക്കെ? വിജയവാഡയും അമരാവതി. ഓക്കെ, ഇനി ഏതൊക്കെയാണ് കൃഷ്ണയിൽ വരുന്ന ഡാമുകൾ എന്ന് നോക്കണം. കൃഷ്ണ നദിയിൽ വരുന്ന ഡാമുകൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ അലമാട്ടി ഡാം. ഏതാണ്? അലമാട്ടി. അലമാട്ടി നമ്മുടെ എവിടെയെന്നറിയോ? ഈ സ്റ്റേറ്റിൽ എന്നറിയോ? നമ്മുടെ കർണാടകയിൽ. നമ്മുടെ കർണാടകയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഡാമാണ് ഏത്? ഈ അലമാട്ടി ഡാം. അലമാട്ടി കൃഷ്ണ എവിടെയാണ്? കർണാടക. ദെൻ സെക്കൻഡ് വൺ നാഗാർജുന സാഗർ ഡാം.
നാഗാർജുന സാഗർ. തേർഡ് വൺ ശ്രീശൈലം. ആക്ച്വലി ഈ രണ്ട് ഡാമും ഒരു മൾട്ടി പർപ്പസ് പ്രോജക്റ്റ് ആണ് കേട്ടോ. ഒരു മൾട്ടി പർപ്പസ് പ്രോജക്റ്റ് ആണ്. ഇത് രണ്ട് സ്റ്റേറ്റിന്റെ ഭാഗത്തായിരിക്കുന്നത്. തെലങ്കാന ആന്ധ്ര റീജിയനിലാണ് ഈ ഒരു ഡാം ഇരിക്കുന്നത് കേട്ടോ. ഈ രണ്ട് സ്റ്റേറ്റിന്റെയും ഒരു മൾട്ടി പർപ്പസ് പ്രോജക്റ്റ് ആയിട്ടാണ് ആരെ കണക്കാക്കുന്നത്? നാഗാർജുന ശ്രീശൈലം കേട്ടോ. നാഗാർജുന ശ്രീശൈലം എവിടെയാണ്? തെലങ്കാന ആന്ധ്രാപ്രദേശ് റീജിയനിലാണ് കേട്ടോ. ഏത്? നാഗാർജുന ശ്രീശൈലം. ഏത് റിവർ? കൃഷ്ണ. അത് ഇങ്ങനെ നോക്കിയാൽ മതി. നാഗാർജുന, അർജുന അല്ലേ, അർജുനന്റെ കൂട്ടുകാരനല്ലേ കൃഷ്ണൻ. അപ്പൊ ആ ഒരു കണക്ഷൻ വെച്ച് പിടിക്കാൻ പറ്റും. നാഗാർജുന, അർജുനന്റെ കൂട്ടുകാരൻ ആര്? കൃഷ്ണ. ഏതൊക്കെ ഡാമാണ്? അലമാട്ടി ഡാം, നാഗാർജുന സാഗർ, ശ്രീശൈലം. ഏത് റിവറിൽ? കൃഷ്ണ നദിയിലിരിക്കുന്ന പ്രധാനപ്പെട്ട എന്താണ്? ഡാമുകളാണ്. ഓക്കെ, ഇനി നമുക്ക് നേരെ ട്രിബ്യൂട്ടറി പോവാം. ആരൊക്കെയാണ് പോഷക നദികൾ? നമ്മുടെ ട്രിബ്യൂട്ടറീസ് നോക്കണം ആരൊക്കെയാണ്. ഫസ്റ്റ് വൺ കൊയ്ന, കൊയ്ന റിവർ കേട്ടോ. ഫസ്റ്റ് ട്രിബ്യൂട്ടറി ആരാടാ? കൊയ്ന. കൊയ്നയ്ക്ക് ഒരു പ്രത്യേകമുണ്ട്. കൊയ്നെ നമ്മൾ ഇങ്ങനെ വിശേഷിപ്പിക്കുന്ന, കൊയ്നയെ ലൈഫ് ലൈൻ ഓഫ് മഹാരാഷ്ട്ര എന്ന് പറയും. മഹാരാഷ്ട്രയുടെ ലൈഫ് ലൈൻ, ജീവനാഡി ഈ ഒരു നദിയാണ്. എന്തുകൊണ്ടെന്നറിയോ? ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ ലാർജസ്റ്റ് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ഏതെന്ന് ചോദിച്ചാൽ അത് മഹാരാഷ്ട്രയിലെ കൊയ്നയാണ്. മഹാരാഷ്ട്രയിലെ കൊയ്ന ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ്. എവിടെ വരുന്നത്? മഹാരാഷ്ട്രയിൽ. ഏത് റിവറിൽ? ഈ കൊയ്ന നദി. അതുകൊണ്ടാണ് കൊയ്നയെ മഹാരാഷ്ട്രയുടെ എന്തായി കണക്കാക്കുന്നത്? ലൈഫ് ലൈനായി കണക്കാക്കുന്നത്. ആരാണ്? കൊയ്ന. ദെൻ രണ്ടാമത്തെ റിവർ ഭീമ കേട്ടോ. കൃഷ്ണയുടെ രണ്ടാമത്തെ റിവർ ആരാണ്? ട്രിബ്യൂട്ടറി ഭീമ. 3 മാലപ്രഭ, ഒരു പ്രധാന നദിയാണ് കേട്ടോ ഈ മാലപ്രഭ. മൂന്നാമത്തെ റിവർ മാലപ്രഭ. ഇത് നമ്മുടെ കർണാടക ഉണ്ടല്ലോ, കർണാടകയിൽ വളരെ ഫേമസ് ആയ ഒരു ക്ഷേത്രമുണ്ട്. അതിന്റെ പേരാണ് പട്ടടക്കൽ ടെമ്പിൾസ് എന്ന് പറയും. നമ്മൾ ഹിസ്റ്ററിയിലൊക്കെ പഠിക്കുന്നതാണ്. ചാലുക്യ രാജാക്കന്മാർ കെട്ടിയ ഒരു ക്ഷേത്രമാണ് ഇത്, ഈ പട്ടടക്കൽ ക്ഷേത്രം. ഇത് നമ്മുടെ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ്. നമ്മുടെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ് ഏത്? ഈ പട്ടടക്കൽ ക്ഷേത്രം. എവിടെയാ? കർണാടകയിലാണ് ഈ ക്ഷേത്രം ഇരിക്കുന്നത്. ഈ മാലപ്രഭ എന്ന നദിക്കരയിലാണ് കേട്ടോ. ഈ മാലപ്രഭയുടെ കരയിലാണ് ഈ ക്ഷേത്രം കേട്ടോ. അപ്പോൾ ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് യുനെസ്കോയുടെ തന്നെ ഒരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ്. അപ്പൊ അത്രയും പ്രധാനപ്പെട്ട ഒരു ടെമ്പിൾ ആണ് പട്ടടക്കല്. ഇത് കെട്ടിയത് ചാലുക്യ രാജാക്കന്മാരാണ് കേട്ടോ. നമ്മുടെ ഇന്ത്യ ഭരിച്ച ചാലുക്യാസ് ആണ് എന്ത് കെട്ടിയത്? ഈ പട്ടടക്കൽ ക്ഷേത്രം നിർമ്മിച്ചത്. എവിടെയാ? നമ്മുടെ കർണാടകയിലാണ്. ദെൻ മാലപ്രഭ കഴിഞ്ഞ അടുത്ത നാലാമത്തെ ഗാണ്ഡപ്രഭ. അതങ്ങനെ കൊടുത്താൽ മതി. മാലപ്രഭയും ഗാണ്ഡപ്രഭയും കേട്ടോ. ദെൻ അഞ്ചാമത്തത് തുംഗഭദ്ര. തുംഗഭദ്ര ഭയങ്കര ഇമ്പോർട്ടന്റ് ഒരു റിവറാണ്. തുംഗഭദ്രയുടെ കരയിൽ ഒരു ഫേമസ് സിറ്റി ഇരിപ്പുണ്ട്. ഏത് സിറ്റി എന്നറിയോ? നമ്മുടെ ഏൻഷ്യന്റ് ക്യാപിറ്റലായ ഹംപി കേട്ടോ. ഹംപി സിറ്റി കർണാടക അല്ലെ. നമ്മുടെ കർണാടകയിലെ ഹംപി ഇരിക്കുന്നത് ഏത് റിവറിന്റെ കരയിലാണ്? തുംഗഭദ്രയുടെ കരയിലാണ്. ഈ ആക്ച്വലി ഈ ഹംപി പഴയ ആരുടെ ക്യാപിറ്റലാണ്? പഴയ വിജയനഗരത്തിന്റെ അല്ലെ, പഴയ വിജയനഗര സാമ്രാജ്യത്തിന്റെ ക്യാപിറ്റലാണ് ഏത്? ഹംപി എന്ന് പറയുന്നത്. ആ ഹംപി ഏത് റിവറിന്റെ കരയിലാണ്? തുംഗഭദ്രയുടെ കരയിലാണ്. തുംഗഭദ്ര ആരുടെ ട്രിബ്യൂട്ടറി? കൃഷ്ണയുടെ ട്രിബ്യൂട്ടറി ആണ്. ലാസ്റ്റ് ആറാമത്തെ റിവർ മുസി. ആറാമത്തെ റിവർ ആരാണ്? മുസിയാണ്. മുസിയുടെ കരയിലുള്ള ഒരു സിറ്റി ഉണ്ട് കേട്ടോ. മുസിയുടെ കരയിലുള്ള സിറ്റിയാണ് നമ്മുടെ ഹൈദരാബാദ് സിറ്റി. നമ്മുടെ ഹൈദരാബാദ് അല്ലെ, തെലങ്കാനയുടെ ക്യാപിറ്റലായ ഹൈദരാബാദ് സിറ്റി ഇരിക്കുന്നത് ഏത് റിവറിന്റെ കരയിലാ? മുസി റിവറിന്റെ, മുസി നദിക്കരയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഹൈദരാബാദ് സിറ്റി സ്ഥിതി ചെയ്യുന്നത്. ഹൈദരാബാദ് ഏതാണ്? മുസി. ആരൊക്കെയാ ട്രിബ്യൂട്ടറീസ്? ആരൊക്കെയാടാ? കൊയ്ന, ഭീമ, ദെൻ മാലപ്രഭ. നമ്മുടെ മാലപ്രഭ, അതേ പ്രഭ, ഏത് പ്രഭ? ഗാണ്ഡപ്രഭ. മാലപ്രഭ, ഗാണ്ഡപ്രഭ, ദെൻ തുംഗഭദ്ര, ദെൻ മുസി. അങ്ങനെ 6 പോഷക നദി ആരടാ? കൃഷ്ണയുടെ. സോ ഇതാണ് കൃഷ്ണ നദി. ഓക്കെ, സോ നമ്മൾ 2 റിവർ പഠിച്ചല്ലേ, ഗോദാവരിയുമായി കൃഷ്ണയുമായി. നമുക്കിതാ മൂന്നാമത്തെ റിവറിലേക്ക് പോവാം. നമ്മുടെ മൂന്നാമത്തെ റിവറാണ് നമ്മുടെ കാവേരി നദി. ആരാണ്? കാവേരി. ഈ കാവേരി നദിയുടെ പ്രശ്നം
ആരൊക്കെ തമ്മിലാണ്, ഏതൊക്കെ സ്റ്റേറ്റുകൾ തമ്മിലാണ് ഈ കാവേരി നദിയുടെ പ്രശ്നം വരുന്നത്? നമുക്കറിയാം കർണാടകയും തമിഴ്നാടും തമ്മിലാണ് ഈ ഒരു പ്രശ്നം അല്ലെ. ആരൊക്കെ തമ്മിലാണ്? കർണാടകയും തമിഴ്നാടും. അത് കർണാടക തമിഴ്നാടിന് വെള്ളം കൊടുക്കില്ലെന്നാണ് അല്ലെ. അപ്പൊ അതിന്റെ ഒറിജിൻ എവിടെയാണ്? കർണാടകയിലാണ് അല്ലെ. കർണാടക എവിടെയെന്ന് അറിയോ? കർണാടകയിലെ വലിയൊരു മല, അവരുടെ പേരാണ് ബ്രഹ്മഗിരി ഹിൽസ്. കേട്ടാ, കർണാടകയിൽ എവിടെയാണ്? കർണാടകയിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നുമാണ് ആരുടെ ഒറിജിൻ? കാവേരിയുടെ ഒറിജിൻ. കേട്ടാ, കാവേരി ഒറിജിൻ ഫ്രം വിച്ച് ഹിൽസ്? ബ്രഹ്മഗിരി ഹിൽസ്. കർണാടകയിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നുമാണ് കാവേരിയുടെ ഒറിജിൻ. കാവേരി നേരെ കർണാടകയിൽ നിന്നും ബ്രഹ്മഗിരിയിൽ നിന്നും നേരെ ഒഴുകി തമിഴ്നാട്ടിൽ വരികയും കേട്ടാ തമിഴ്നാട്ടിൽ വെച്ച് ഒരു ഡെൽറ്റ ഉണ്ടാക്കിയതിന് ശേഷം എവിടേക്ക് പോകുന്നു? കടലിലേക്ക് അവസ്ഥ. അപ്പൊ രണ്ട് സ്റ്റേറ്റ് കാവേരി ഒഴുകുന്നത്. ഏതൊക്കെ? കർണാടകയും തമിഴ്നാടും. കേട്ടാ, കർണാടകയിൽ എവിടെയാ ഒറിജിൻ? ഏത് ഹിൽസ്? ബ്രഹ്മഗിരി ഹിൽസ്. കർണാടകയിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നുമാണ്. അതുപോലെ കാവേരിയുടെ കരയിൽ വരുന്ന പ്രധാനപ്പെട്ട സിറ്റിയാണ് നമ്മുടെ തമിഴ്നാട്ടിലെ ട്രിച്ചി, തിരുച്ചിറപ്പള്ളി, ട്രിച്ചി സിറ്റി. ട്രിച്ചി ഏത് റിവറിന്റെ കരയിലാണ്? കാവേരി നദിയുടെ കരയിലാണ് ട്രിച്ചി സിറ്റി സ്ഥിതി ചെയ്യുന്നത്. ദെൻ ആരൊക്കെയാ ഡാം എന്ന് നോക്ക്. കാവേരിയിൽ വളരെ ഫേമസ് ആയ കുറെ ഡാമുകളുണ്ട് കേട്ടോ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഡാമാണ് കൃഷ്ണരാജ സാഗർ ഡാം. ഏത് ഡാം? കൃഷ്ണരാജ സാഗർ ഡാം. കേട്ടോ, കാവേരിയിൽ പ്രധാനപ്പെട്ട ഒരു ഡാമാണ് ആര്? കൃഷ്ണരാജ സാഗർ ഡാം. കൃഷ്ണരാജ സാഗർ എവിടെയാണ്? കാവേരിയിലാണ്. ഏത് സ്റ്റേറ്റ് എന്നറിയോ? കർണാടകയിലാണ് ഈ പർട്ടിക്കുലർ ഡാം വരുന്നത്. എവിടെയാണ്? കർണാടക. കർണാടകയിലെ കൃഷ്ണരാജ സാഗർ ഡാം. രണ്ടാമത്തത് ശിവസമുദ്രം. ഏതാണ്? ശിവസമുദ്രം. രണ്ടാമത്തത് ശിവസമുദ്രം. രണ്ടാമത്തെ ഡാം ആരാണ്? ശിവസമുദ്രം. ഇതും കർണാടകയിലാണ്. സോ കർണാടകയിൽ രണ്ടെണ്ണം. ഏതൊക്കെ? ഒന്ന് കൃഷ്ണരാജ സാഗറും, രണ്ട് ശിവസമുദ്രം. ശിവസമുദ്രം എവിടെയാണ്? കർണാടക. ദെൻ അടുത്ത മൂന്നാമത്തെ ഡാം, അത് കല്ലണൈ ഡാം. ഇത് ഡാമാണ് കല്ലണൈ. ഈ കല്ലണൈ നമ്മുടെ തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഡാമാണ്. നമ്മുടെ തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഡാമാണ് ഏത്? കല്ലണൈ. കല്ലണയ്ക്ക് വേറൊരു പേരുണ്ട്. കല്ലണൈ ഓൾസോ നോൺ ആസ് ഗ്രാൻഡ് അണക്കെട്ട് എന്ന് പറയും. ഗ്രാൻഡ് ഡാം. ഗ്രാൻഡ് കല്ലണയുടെ മറ്റൊരു പേര് ഗ്രാൻഡ് ഡാം എന്ന് പറയും. ഈ ഡാമിന് ഒരു ചരിത്രമുണ്ട്. ഈ ഡാമിന്റെ ചരിത്രം പറഞ്ഞാൽ ഈ ഡാമാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഓൾഡസ്റ്റ് ഡാം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡാം ഇൻ ഇന്ത്യ. നമ്മൾ ഇന്ത്യയിൽ കെട്ടുന്നതിൽ ആദ്യത്തെ ഡാമാണ് ഏത്? ഈ കല്ലണൈ ഡാം. കേട്ടോ, ഫസ്റ്റ് ഡാം ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ ഡാമാണ് ഏത്? ഈ കല്ലണൈ ഡാം. എവിടെ ഇരിക്കുകയാണ്? തമിഴ്നാട്ടിലാണ് ഈ ഒരു ഡാം എന്ത് ചെയ്യുന്നത്? സ്ഥിതി ചെയ്യുന്നത്. ഇതന്ന് കെട്ടിയതും ചോദ്യം ചോദിക്കും. ഇതന്ന് കെട്ടിയത് ചോളരാജാവായ കരികാല ചോളനാണ്. കേട്ടോ, ചോള വംശത്തിലെ രാജാവായ കരികാല ചോളനാണ് ഈ ഒരു ഡാം കെട്ടിയത്. ഏ ഡാം? കല്ലണൈ ഡാം. ഇതെവിടെ ഇരിക്കുന്നത്? തമിഴ്നാട്ടിലാണ് ഈ ഒരു പർട്ടിക്കുലർ ഡാം എന്ത് ചെയ്യുന്നത്? സ്ഥിതി ചെയ്യുന്നത്. കേട്ടോ, ഏതാ? ചോളരാജാവായ കരികാല ചോളനാണ് ഈ ഒരു ഡാം എന്ത് ചെയ്തിരിക്കുന്നത്? നിർമ്മിച്ചിരിക്കുന്നത്. കേട്ടോ, ഏത്? കല്ലണൈ ഡാം. എവിടെ കല്ലണൈ വരുന്നത്? തമിഴ്നാട്ടിലാണ് ഈ ഒരു ഡാം എന്ത് ചെയ്യുന്നത്? സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അടുത്തൊരു ഡാമാണ് മേറ്റൂർ ഡാം. മേറ്റൂര്, ഇതും തമിഴ്നാട്ടിലാണ് ഡാം. ഇത് തമിഴ്നാട്ടിലെ തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഡാം. തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ഡാം, തമിഴ്നാട്ടിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഡാമാണ് ആര്? ഈ മേറ്റൂർ ഡാം എന്ന് പറയുന്നത്. കേട്ടോ, മേറ്റൂർ ഡാം എവിടെയാണ്? ദ ലാർജസ്റ്റ് ഡാം ഇൻ തമിഴ്നാട്. തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ഡാമാണ് ആര്? മേറ്റൂർ ഡാം. അപ്പൊ ഏതൊക്കെയാണ്? 4 ഡാം പഠിച്ചല്ലേ? ഏതൊക്കെയാ? ഒന്ന് കൃഷ്ണരാജ സാഗർ. എവിടെയാ കൃഷ്ണരാജ സാഗർ? കർണാടക. കർണാടകയിലെ കൃഷ്ണരാജ സാഗർ. ദെൻ സെക്കൻഡ് വൺ ശിവസമുദ്രം. എവിടെ ശിവസമുദ്രം? അതും കർണാടകയിലെ 2 ഡാം. അടുത്ത് മൂന്നാമത്തത് കല്ലണൈ ഡാം. ഏതാണ്? കല്ലണൈ ഡാം. ഏതാണ്? തമിഴ്നാട്. കല്ലണൈ ഡാം എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. അത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഡാം, ഓൾഡസ്റ്റ് ഡാമാണ് ആര്? കല്ലണൈ ഡാം. ദെൻ ഫോർത്ത് വൺ മേറ്റൂർ ഡാം. എവിടെയാണ് മേറ്റൂർ ഡാം? മേറ്റൂർ ഡാം പറഞ്ഞത് തമിഴ്നാടാണ്. തമിഴ്നാട്ടിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഡാമാണ് ആര്? മേറ്റൂർ ഡാം. ഇതൊക്കെ ഏത് റിവറിലാണ്? കാവേരി. നമ്മുടെ കാവേരി നദിയിലാണ് ഈ പറഞ്ഞ ഡാമുകൾ വരുന്നത്. ഓക്കെ, ദെൻ ട്രിബ്യൂട്ടറീസ് പോയാലോ? ആരൊക്കെയാണ് കാവേരിയുടെ ട്രിബ്യൂട്ടറി? നോക്കടാ, കാവേരി ട്രിബ്യൂട്ടറി ആണ്. ഫസ്റ്റ് വൺ കബനി. ആരാണ്? നമ്മുടെ കബനി നദി. ഈ
കബനി, ഭവാനി, ഈ രണ്ട് റിവറുകൾ എവിടെയും കേട്ട് പരിചയമുണ്ടോ? കബനിയും ഭവാനി നദിയും. യെസ്, നമ്മുടെ കേരളത്തിലെ രണ്ട് നദികളാണ് അല്ലേ? നമ്മുടെ കേരളത്തിൽ നിന്നും ഒഴുകുന്ന രണ്ട് നദികളാണ് ആര്? കബനിയും ഭവാനി. ഇതിൽ കബനി നമുക്ക് വയനാട്ടിൽ പോകുമ്പോൾ കാണാൻ പറ്റും. അത് മാത്രമല്ല, ഇതിലൊരു പ്രധാന ഡാമുണ്ട് നമ്മുടെ വയനാട്ടിലെ ബാണാസുര സാഗർ അല്ലേ? ബാണാസുര സാഗർ ഏത് റിവറില? കാബനിയില. എന്താ ഈ ബാണാസുര പ്രത്യേകം എന്നറിയോ? ബാണാസുരയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ലാർജസ്റ്റ് എർത്ത് ഡാം. മണ്ണുകൊണ്ട് കെട്ടി നിർത്തിയിരിക്കുന്ന ഡാമുകളെയാണ് നമ്മൾ എർത്ത് ഡാം എന്ന് പറയുന്നത്. സോ ഇന്ത്യയിലെ ഏറ്റവും വലിയ എർത്ത് ഡാമാണ് ആര്? ഈ ബാണാസുര സാഗർ. ഇവിടെയാ വയനാടിൽ ഏത് റിവറിൽ? കബനി നദിയിലാണ് ഈ ഒരു ഡാം എന്ത് ചെയ്യുന്നത്? സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ എന്ത് ഡാമാണ്? എർത്ത് ഡാമാണ് ബാണാസുര സാഗർ കേട്ടോ. ഏത് റിവർ? കബനി. കബനി, ഭവാനി. ദെൻ മൂന്നാമത്തത് അമരാവതി. മൂന്നാമത്തെ റിവർ ആരാണ്? അമരാവതി. അമരാവതി. നാലാമത്തത് ഹേമാവതി കേട്ടോ. അമരാവതി, ഹേമാവതി. ദെൻ ഫിഫ്ത്ത്, അഞ്ചാമത്തത് ലക്ഷ്മണ തീർത്ഥ എന്ന് പറയും. ആരാണ്? ലക്ഷ്മണ തീർത്ഥ കേട്ടോ. അപ്പൊ ആരൊക്കെയാ ട്രിബ്യൂട്ടറി? കബനി, ഭവാനി, അമരാവതി, ഹേമാവതി, ലക്ഷ്മണ തീർത്ഥ. ഇതാണ് ആരുടെ പോഷക നദികൾ? കാവേരിയുടെ ട്രിബ്യൂട്ടറീസ്. നമ്മുടെ കാവേരിയുടെ ട്രിബ്യൂട്ടറീസ് ആരൊക്കെയാണ്? കബനി, ഭവാനി, അമരാവതി, ഹേമാവതി, ലക്ഷ്മണ തീർത്ഥ. ഇവരാണ് ആരുടെ പോഷക നദികൾ? നമ്മുടെ കാവേരിയുടെ ട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്നത് കേട്ടോ. കബനി, ഭവാനി, ഹേമാവതി, അമരാവതി, ലക്ഷ്മണ തീർത്ഥ. സോ നമ്മൾ ട്രിബ്യൂട്ടറീസ് കൃത്യമായി നോട്ട് ചെയ്ത് എന്ത് ചെയ്യുക? പഠിക്കേണ്ടതാണ്. സോ ഇതാണ് കാവേരി. പിന്നെ നമുക്ക് നമ്മുടെ ലാസ്റ്റ് നാലാമത്തെ ഈസ്റ്റ് ഫ്ലോയിങ് റിവർ ആരെന്നറിയോടാ? അതാണ് മഹാനദി. ആരാണ്? മഹാനദി. ഈ മഹാനദി എന്ന നദി നമ്മുടെ ഉത്ഭവിക്കുന്നത് നമ്മുടെ ഛത്തീസ്ഗഡിൽ. എവിടെയാണ്? ഛത്തീസ്ഗഡിലെ ശിവാഹ എന്ന് പറയുന്ന ജില്ലയിൽ നിന്ന്, ഡിസ്ട്രിക്റ്റിൽ നിന്ന്. ഇത് നമ്മുടെ ഏകദേശം മൈക്കൽ റേഞ്ച്, ഈ ഛത്തീസ്ഗഡിലെ ഒരു പ്രധാനപ്പെട്ട ഒരു മലനിരയാണ് മൈക്കല റേഞ്ച്. ഈ മൈക്കല റേഞ്ചിന് അടുത്തായി വരുന്ന ഒരു പ്രദേശമാണ് ഇത്? ഈ ശിവാഹ ഡിസ്ട്രിക്റ്റ്. ഈ ശിവാഹയിൽ നിന്നുമാണ് ആരുടെ ഒറിജിൻ? മഹാനദിയുടെ ഒറിജിൻ. അതിപ്പോ ഏത് സ്റ്റേറ്റാ? ഛത്തീസ്ഗഡ്. ദെൻ ഈ ഛത്തീസ്ഗഡിൽ നിന്ന് നേരെ ഒഴുകി ഒഡീഷയിൽ വരും. ഇവിടെ വരും, ഒഡീഷയിൽ വരും. ഒഡീഷയിൽ വരുമ്പോഴാണ് ഒരു വലിയൊരു ഇമ്പോർട്ടൻസ്. ഈ നദി ഒഡീഷയെ സംബന്ധിച്ച് ഒഡീഷയുടെ ലൈഫ് ലൈൻ ആണ് ആര്? മഹാനദി കേട്ടോ. ഒഡീഷയുടെ ലൈഫ് ലൈൻ. എന്നാൽ അതുപോലെ തന്നെ ഒഡീഷയിൽ ഇത് എന്തുണ്ടാക്കും? ഫ്ലഡ് ഉണ്ടാക്കും. ഒഡീഷ എന്തുണ്ടാക്കും? ഇത് ഫ്ലഡ് ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ വിളിക്കും ഒഡീഷയുടെ സോറ എന്നും പറയും. ദുഃഖം. സോറോ ഓഫ് ഒഡീഷ. ഒഡീഷയുടെ ദുഃഖം എന്നും അറിയപ്പെടുന്നത് ആരാണ്? മഹാനദിയാണ് കേട്ടോ. മഹാനദി നമ്മൾ എന്തും വിശേഷിപ്പിക്കും? ഒഡീഷയുടെ ദുഃഖമാറ്റും വിശേഷിപ്പിക്കാറുണ്ട് കേട്ടോ. ഈ ഒഡീഷയുടെ ഒരു പ്രധാന സിറ്റി ഇതിന്റെ കരയിലാണ്. ഏത് സിറ്റി എന്നറിയോ? കട്ടക് സിറ്റി. നമ്മുടെ ഒഡീഷയുടെ കട്ടക് സിറ്റി ഏത് റിവറിന്റെ കരയിലാ? മഹാനദിയുടെ കരയിലാണ്. അതുപോലെ തന്നെ ഇതൊരു വലിയൊരു ഡാമും ഉണ്ട്, നമുക്ക് കാണാൻ പറ്റും. അവിടെ തന്നെ ഒഡീഷയിൽ ഒരു വലിയൊരു ഡാമാണ് ഇത്? ഹിരാക്കുഡ് ഡാം എന്ന് പറയുന്നത്. ഏത് ഡാമാണ്? ഹിരാക്കുഡ് ഡാം. ഹിരാക്കുഡ് ഡാമിന്റെ പ്രത്യേകത ഉണ്ടെന്ന് അറിയാമോ? നമ്മുടെ രാജ്യത്ത് 3 വലിയ ഡാമുകളുണ്ട്. 3 വലിയ ഡാമുകൾ. അത് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ, ഒന്ന് ബക്രാനങ്കൽ. 2 തെഹരി ഡാം. 3 ഈ കാണുന്ന ഹിരാക്കുഡ്. ഇത് 3 വലിയ ഡാമുകളാണ്. പക്ഷെ 3 കാറ്റഗറിയിൽ വേണം നമ്മളത് പഠിക്കാൻ. ഒന്ന് ബക്രാനങ്കൽ എന്തെന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഏറ്റവും വലിപ്പം കൂടിയ ഡാമാണ്, ഏറ്റവും ലാർജസ്റ്റ് ഡാം, വലിപ്പമാണ്. ഓക്കെ. തെഹരി, അതിന് ടി വെച്ച് നമുക്ക് പഠിക്കാം. തെഹരി, ടി ഫോർ ടാളസ്റ്റ് ഡാം ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും ടാളസ്റ്റ് ഡാം, ആ ടി വെച്ച് പിടിച്ചാൽ മതി. ആര്? തെഹരി, ഉയരമാണ്. ഇനി മൂന്നാമത്തെ ഹിരാക്കുഡ് എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഏറ്റവും ലോങ്സ്റ്റ് ഡാം, ഏറ്റവും നീളം കൂടിയ ഡാമാണ് ആര്? ഹിരാക്കുഡ് കേട്ടോ. ലോങ്സ്റ്റ് ഡാം ഇൻ ഇന്ത്യ ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ഹിരാക്കുഡ് ഡാമാണ്. ഇന്ത്യയിലെ ഏറ്റവും എന്ത് കൂടിയ, നീളം കൂടിയ ഡാം ആരാണ്? ഹിരാക്കുഡ് ആണ്. ഓക്കെ. സോ അത് നോട്ട് ചെയ്യണം കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. ഇത് 3 തമ്മിൽ തിരിഞ്ഞു പോകും. ലാർജസ്റ്റ്, ടാളസ്റ്റ്, ലോങ്സ്റ്റ്. ടാളസ്റ്റ് ചോദിച്ചാൽ ടി വെച്ച് പിടിക്കുന്ന ഡാം ആര്? ടി, തെഹരി. ഏറ്റവും വലുത് ചോദിച്ചാൽ ബക്രാനങ്കൽ. ഏറ്റവും നീളം ചോദിച്ചാൽ ഹിരാക്കുഡ് കേട്ടോ. അങ്ങനെ ഒഡീഷയിൽ വെച്ച് ഈ ഡാമിലേക്ക് കണ്ട് അവിടെ വെച്ച് ഒരു ഡെൽറ്റ ഉണ്ടാക്കി
ദെൻ അതിനുശേഷം ഇങ്ങനെ തിരിഞ്ഞ് കടലിൽ പോകും. ആര്? നമ്മുടെ മഹാനദി. രണ്ടേ രണ്ട് സ്റ്റേറ്റാണ് ഏതൊക്കെ? ഛത്തീസ്ഗഡും ദെൻ ഒഡീഷയും. ഇനി ആരൊക്കെയാ ട്രിബ്യൂട്ടറി നോക്കണം? മഹാനദിയുടെ പോഷക നദികളാണ് ആരൊക്കെയാണ്? ഫസ്റ്റ് വൺ ഷിയോനാദ്. ആരാണ്? ഷിയോനാദ്. ആരാണ്? ഷിയോനാദ്. ഷിയോനാദ് നദി. ഷിയോനാദ്. ഐബ്. ഐബ്. ടെൽ. ടെൽ. ഫോർത്ത് വൺ ഓങ്. കേട്ടാ, ആരൊക്കെയാണ് മഹാനദിയിലെ പോഷക നദികൾ? മഹാനദിയുടെ പോഷക നദികളാണ് ഷിയോനാദ്, ഐബ്, ടെല്ല്, ഓങ്. ഇതാണ് മഹാനദിയുടെ പോഷക നദികൾ. ആരൊക്കെയാണ് മഹാനദിയുടെ പോഷക നദി? ഷിയോനാദ്, ഐബ്, ടെല്ല്, ഓങ്. ഇതാണ് മഹാനദിയുടെ എന്താണ്? പോഷക നദികൾ. കേട്ടോ, ഷിയോനാദ്, ഐബ്, ടെല്ല്, ഓങ്. ആരുടെ പോഷക നദി? മഹാനദിയുടെ ട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്നത്. സോ വളരെ പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറീസ് ആണ് ആർക്കുള്ളത്? മഹാനദിക്ക് ഉള്ളത്. ഓക്കെ, സോ ഈ 4 പേരുമാണ് നമ്മുടെ ഈസ്റ്റിലേക്ക് ഒഴുകുന്ന നദികൾ. 4 പേര് ആരൊക്കെ നമ്മൾ കണ്ടത്? ആരാ? ഫസ്റ്റ് വൺ ഗോദാവരി ആയിരുന്നു അല്ലേ? ദെൻ അതിൽ നമ്മൾ കണ്ടത് കൃഷ്ണ നദി അല്ലെ, ഈസ്റ്റ് ഫ്ലോയിങ് ആണ്. ദെൻ മൂന്നാം നമ്മൾ കണ്ടത് നമ്മുടെ കാവേരി നദി. ദെൻ ഫോർത്ത് ഈസ്റ്റ് ഫ്ലോയിങ് റിവർ ആണ് ആര്? നമ്മുടെ മഹാനദി എന്ന് പറയുന്നത്. ആരാണ്? നമ്മുടെ മഹാനദി. ഓക്കെ, സോ ഏറ്റവും ഇമ്പോർട്ടൻസ് ഈ 4 നദികളും അല്ലെങ്കിൽ നമ്മുടെ ഈസ്റ്റിലേക്ക് കൂടുന്ന എല്ലാ നദികളും എന്ത് ഫോം ചെയ്യുന്നുണ്ട്? ഒരു ഡെൽറ്റ ഫോം ചെയ്തിട്ടാണ് എങ്ങോട്ടേക്ക് പോകുന്നത്? കടലിലോട്ട് പോകുന്നത്. ഓക്കെ, സോ ഇനി നമ്മൾ നേരെ പോണത് നമ്മുടെ വെസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സിലേക്കാണ്. നമ്മൾ നേരെ പോണത് എങ്ങോട്ടേക്കാണ്? വെസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് ആണ്. സോ ആരൊക്കെയാണ് നമ്മുടെ വെസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ വെസ്റ്റ് ഫ്ലോയിൽ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്ന നദിയാണ് നമ്മുടെ നർമ്മദ നദിയാണ്. ഓക്കെ, നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു റിവറാണ് ആര്? നർമ്മദ നദി. നർമ്മദ ദ ലൈഫ് ലൈൻ ഓഫ് മധ്യപ്രദേശ്. നമ്മുടെ മധ്യപ്രദേശിന്റെ ലൈഫ് ലൈൻ എന്നാണ് ആരെ പറയുന്നത്? നർമ്മദ. നമ്മുടെ ഒറിജിൻ വരുന്നത് അതേ മധ്യപ്രദേശിലാണ്. മധ്യപ്രദേശിലെ അമർകാണ്ടക് പ്ലേറ്റു. മധ്യപ്രദേശിലെ അമർകാണ്ടക് പ്ലേറ്റുവിൽ നിന്നാണ് നർമ്മദ നദി ഉത്ഭവിക്കുന്നത്. അതിന്റെ ഒറിജിൻ എന്ന് പറയുന്നത് കേട്ടോ. എവിടെയാണ്? മധ്യപ്രദേശിലെ അമർകാണ്ടക് പ്ലേറ്റു. കേട്ടോ, മധ്യപ്രദേശിലെ അമർകാണ്ടക് പ്ലേറ്റുവിലാണ് നർമ്മദ നദി ഉത്ഭവിക്കുന്നത്. ദെൻ നർമ്മദ നദി അവിടെ നിന്ന് നേരെ ഒഴുകി നമ്മുടെ ഗുജറാത്തിൽ പോകും. ഗുജറാത്തിൽ പോയിട്ട് എവിടെ പോയി തീരും? കടലിൽ പോയി അവസാനിക്കും. സോ ഏത് കടൽ? അറബിക്കടൽ. സോ ഒരു വെസ്റ്റ് ഫ്ലോയിങ് റിവർ ആണ് ആര്? നമ്മുടെ നർമ്മദ. സോ ഒറിജിൻ എവിടെയാണ്? അമർകാണ്ടക്. ഇനി ഈ നർമ്മദ നദിയിൽ പ്രധാനപ്പെട്ട ഒരു വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നുണ്ട്. അതാണ് മാർബിൾ ഫാൾസ് എന്ന് പറയും. മാർബിൾ വെള്ളച്ചാട്ടം, അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു പേരാണ് ദു ആന്തർ ഫാൾസ് എന്നും പറയും. മാർബിൾ ഫാൾസ് അഥവാ ദു ആന്തർ വാട്ടർ ഫാൾസ് എവിടെയാണ്? നമ്മുടെ മധ്യപ്രദേശിലാണ് ഈ ഒരു വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. കേട്ടോ, മാർബിൾ ഫാൾസ് അല്ലെങ്കിൽ മറ്റൊരു പേരാണ് ദു ആന്തർ വാട്ടർഫാൾ എന്ന് പറയും. അതുപോലെ മധ്യപ്രദേശിലെ പ്രധാനപ്പെട്ട 2 നാഷണൽ പാർക്കിൽ കൂടെ ഇത് ഒഴുകുന്നുണ്ട്. ഒന്ന് കൻഹയും മറ്റൊന്ന് പെഞ്ച് നാഷണൽ പാർക്ക്. കേട്ടോ, നമ്മുടെ മധ്യപ്രദേശിലെ പ്രധാനപ്പെട്ട 2 നാഷണൽ പാർക്കാണ്. ഒന്ന് കൻഹ നാഷണൽ പാർക്കും മറ്റൊന്ന് പെഞ്ച് നാഷണൽ പാർക്കും. ഈ കൻഹ, പെഞ്ച് നമ്മുടെ ഈ റുദിയാർഡ് കിപ്ലിങ്ങിന്റെ വളരെ ഫേമസ് ആയ ഒരു നോവലാണ് നമ്മുടെ ജംഗിൾ ബുക്ക്. നമ്മുടെ ജംഗിൾ ബുക്ക് ഉണ്ടല്ലോ, ഈ ജംഗിൾ ബുക്കിൽ റുദിയാർഡ് കിപ്ലിംഗ് എടുത്തിരിക്കുന്ന പശ്ചാത്തലം നമ്മുടെ മധ്യപ്രദേശിലെ ഈ 2 നാഷണൽ പാർക്കാണ്. ഈ കൻഹ, പെഞ്ച് നാഷണൽ പാർക്കിന്റെ പശ്ചാത്തലത്തിലാണ് റുദിയാർഡ് കിപ്ലിംഗ് ഏത് നോവൽ എഴുതിയിരിക്കുന്നത്? ജംഗിൾ ബുക്ക്. നമുക്ക് ഈ ജംഗിൾ ബുക്കിൽ ഒരു നദിയൊക്കെ കാണാൻ പറ്റുമല്ലേ? സോ ആ നദി ആരാണ്? നമ്മുടെ ഈ നർമ്മദ റിവർ ആണ്. കേട്ടാ, ഇവിടെ മധ്യപ്രദേശ്. ഇനി ആരൊക്കെ ഡാം എന്ന് നോക്കടാ. ഫസ്റ്റ് ഡാം ഇന്ദിരാ സാഗർ ഡാം. എവിടെയെന്നറിയോ? മധ്യപ്രദേശിൽ. നമ്മുടെ മധ്യപ്രദേശിലെ ഒരു പ്രധാനപ്പെട്ട ഡാമാണ് ഇന്ദിരാ സാഗർ ഡാം. കേട്ടാ, അതുപോലെ മറ്റൊന്നാണ് ഓംകരേശ്വർ. ഇതും മധ്യപ്രദേശിലാണ്. മധ്യപ്രദേശിലെ നർമ്മദയിൽ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഡാമാണ് ഓംകരേശ്വർ. ഓംകരേശ്വറും ഇന്ദിരാ സാഗർ ഡാമും എവിടെയാണ്? മധ്യപ്രദേശ്. ഇനി നമ്മുടെ ഗുജറാത്തിൽ വരുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഡാമാണ് സർദാർ സരോവർ ഡാം എന്ന് പറയുന്നത്. കേട്ടോ, സർദാർ സരോവർ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡാമാണ് ഏത്? ഈ സർദാർ സരോവർ. ആക്ച്വലി ഈ ഡാം കെട്ടുന്നതിനെതിരെ
നമ്മുടെ ഗുജറാത്തിലാണ് ഈ ഡാം വന്നത്. ഈ ഡാം കെട്ടുന്നതിനെതിരെ വലിയൊരു മൂവ്മെന്റ് അന്ന് ഒരിക്കൽ ഇന്ത്യയിൽ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. കേട്ടിട്ടുണ്ടോ? നർമ്മദ ബച്ചാവോ ആന്തോളൻ. കേട്ടാ, നമ്മുടെ ഈ സർദാർ സരോവർ കെട്ടുന്നതിനെതിരെ ആരംഭിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു മൂവ്മെന്റ് ആണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന് പറയും. ആരാ ഇതിന്റെ ലീഡർ എന്നറിയോ? നമ്മുടെ മേധാ പട്കർ ആണ്. മേധാ പട്കർ ആയിരുന്നു നർമ്മദ ബച്ചാവോ ആന്തോളന്റെ ലീഡർ. കേട്ടാ, അങ്ങനെ ഏത് ഡാം കിട്ടുന്നതിനെതിരെ? സർദാർ സരോവർ ഡാം കിട്ടുന്നതിനെതിരെ ആരംഭിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു മൂവ്മെന്റ് ആയിരുന്നു. അത് മാത്രമല്ല, ഈ ഡാമിന്റെ തൊട്ടടുത്ത് അതായത് നർമ്മദ നദിയുടെ തീരത്താണ് നമ്മുടെ ഈ സ്റ്റാച്യു ഓഫ് യൂണിറ്റി അല്ലെ. ഇതാണ് നമ്മുടെ സ്റ്റാച്യു ഓഫ് എന്താ? യൂണിറ്റി അല്ലെ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ സ്റ്റാച്യു ആരുടെ? നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേലിന്റെ ഈ ഒരു സ്റ്റാച്യു അല്ലെ. ഇത് ഈ റിവർ നർമ്മദയാണ്. ഇത് നമ്മുടെ നർമ്മദയാണ്. നർമ്മദയുടെ കരയിലാണ് ഈ സ്റ്റാച്യു ഇരിക്കുന്നത്, ഡാമിന്റെ തൊട്ടടുത്ത്, സർദാർ സരോവറിന്റെ അടുത്ത്. അതുപോലെ ഇതിന്റെ ഹൈറ്റ് എത്രയെന്ന് അറിയോ? ഇത് വേൾഡിലെ തന്നെ ഏറ്റവും ടാളസ്റ്റ് സ്റ്റാച്യു ആണ്. ഇതിന്റെ ഹൈറ്റ് എത്രയെന്ന് അറിയോ? 182 മീറ്റർ. 182 മീറ്റർ ആണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. 182 മീറ്റർ ഉയരമുണ്ട്. എന്തിന്? സ്റ്റാച്യു ഓഫ് യൂണിറ്റിക്ക് കേട്ടോ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ടാളസ്റ്റ് സ്റ്റാച്യു ആണ് ഏത്? സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന് പറയുന്നത്. സോ ഏത് റിവറിന്റെ കരയിലാണ്? നർമ്മദ റിവറിന്റെ കരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ആരൊക്കെയാണ് നർമ്മദയുടെ ട്രിബ്യൂട്ടറി നോക്കാം. സോ നമ്മുടെ ട്രിബ്യൂട്ടറി ആരൊക്കെയാന്ന് നോക്കടാ. തവ, ഹിരൺ, ബഞ്ചാർ, ഷഖാർ. ഇവിടെ ആരൊക്കെയാണ് ട്രിബ്യൂട്ടറി? തവ, ഹിരൺ, ബഞ്ചാർ, ഷഖാർ. ഇതാണ് നർമ്മദയുടെ ട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്നത്. സോ നർമ്മദയാണ് വെസ്റ്റ് ഫ്ലോയിൽ ഒരു പ്രധാനപ്പെട്ട നദി. ഇനി ഈ നർമ്മദയ്ക്ക്, നമ്മൾ ഈ കാണുന്ന നർമ്മദയ്ക്ക് പാരലായി വരുന്ന മറ്റൊരു നദിയുണ്ട്. നമ്മുടെ രണ്ടാമത്തെ സെക്കൻഡ് ഫ്ലോയിങ് വെസ്റ്റ് ഫ്ലോയിങ് ആരെന്നറിയോ? താപ്തി. ദ ട്വിൻ ഓഫ് നർമ്മദ എന്നാണ് പറയുന്നത്. നർമ്മദയുടെ ട്വിൻ ആര്? താപ്തി. കേട്ടോ, നർമ്മദയുടെ ട്വിൻ എന്നാണ് ആരെ വിശേഷിപ്പിക്കുന്നത്? താപ്തിയെ. കാരണം നർമ്മദ നദിക്ക് പാരലായി ഒഴുകുന്ന ഒരു നദിയാണ് താപ്തി. താപ്തിയുടെ ഒറിജിൻ വരുന്നത് മധ്യപ്രദേശിലെ മുൾട്ടായി എന്ന സ്ഥലത്തു നിന്നാണ്. കേട്ടോ, മധ്യപ്രദേശിലെ സ്ഥലം മുൾട്ടായിൽ നിന്നും താപ്തി. കേട്ടോ, മുൾട്ടായിൽ നിന്നും താപ്തി. അല്ലെങ്കിൽ ഇങ്ങനെ പഠിച്ചാൽ മതി, മിഠായി തപ്പി എന്ന് ഓർത്താൽ മതി. നമ്മളെ മിഠായി ഉണ്ടല്ലോ, മിഠായി തപ്പി. അപ്പൊ മുൾട്ടായി താപ്തി. മുൾട്ടായിൽ നിന്നും ആരുടെ ഒറിജിൻ? താപ്തി നദിയുടെ ഒറിജിൻ നേരെ ഒഴുകി ഗുജറാത്തിൽ പോവുകയും, ഗുജറാത്തിൽ ഒരു പ്രധാനപ്പെട്ട സിറ്റി താപ്തിയുടെ കരയിലുണ്ട്. എന്തറിയോ? നമ്മുടെ ഡയമണ്ട് സിറ്റി എന്നറിയപ്പെടുന്ന സൂരറ്റ്. നമ്മുടെ സൂരറ്റ് സിറ്റി. കേട്ടോ, ഇന്ത്യയുടെ ഡയമണ്ട് സിറ്റി എന്നപ്പെട്ട സൂരറ്റ് ഏത് റിവറിന്റെ കരയിലാണ്? താപ്തി നദിയുടെ കരയിലാണ് സൂരറ്റ് സിറ്റി എന്ത് ചെയ്തത്? സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ രണ്ട് പ്രധാനപ്പെട്ട ഡാം ഗുജറാത്തിൽ ഇതിലിരിപ്പുണ്ട്. ഏതൊക്കെയാണെന്നറിയോ? ഗുജറാത്തിലാണ് രണ്ട് ഡാം ഗുജറാത്തിലാണ്. ഒന്ന് ഉക്കൈ ഡാം, ഉക്കൈ പവർ പ്രോജക്റ്റ്, ഉക്കൈ. രണ്ടാമത്തത് കക്രാപ്പാറ ഡാം, കക്രാപ്പാർ. ഉക്കൈയും കക്രാപ്പാറും. ഇവിടെ രണ്ടും എവിടെയാ? ഗുജറാത്തിലാണ്. ഗുജറാത്തിൽ സ്ഥിതി ചെയ്യുന്ന രണ്ട് പ്രധാനപ്പെട്ട ഡാമാണ് ഏതൊക്കെ? ഒന്ന് ഉക്കൈ ഡാമും രണ്ടാമത്തത് കക്രാപ്പാർ ഡാം. കക്രാപ്പാർ എവിടെയാണ്? കക്രാപ്പാറും ഉക്കൈയും ഗുജറാത്തില് ഏത് റിവറിൽ? താപ്തി നദിയിലിരിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് ഡാമുകളാണ്. കേട്ടോ, ഏതൊക്കെയാണ്? ഉക്കൈയും കക്രാപ്പാർ. ഏത് സ്റ്റേറ്റ്? ഗുജറാത്തിലാണ്. അതുപോലെ ട്രിബ്യൂട്ടറീസ് നോക്കടാ. ആരൊക്കെയാണ് താപ്തിയുടെ ട്രിബ്യൂട്ടറി എന്ന്? പൂർണ, ഗിർണ, ബഞ്ച്ര, ഗോമൈ. കേട്ടോ, ആരൊക്കെയാണ് താപ്തിയുടെ ട്രിബ്യൂട്ടറീസ്? ഒന്ന് പൂർണ നദി, ഗിർണ നദി, പഞ്ച്ര നദി, ഗോമൈ. ഇതാണ് താപ്തിയുടെ എന്താണ്? പോഷക നദികൾ എന്ന് പറയുന്നത്. കേട്ടോ, ഇവിടെ ഡാം ഈ കക്രാപ്പാർ ഇല്ലേ? കക്രാപ്പാർ ആക്ച്വലി ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഡാമാണ്. നിങ്ങൾ കക്രാപ്പാറിനെ വേറെ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇതേ ഗുജറാത്തില് കക്രാപ്പാറ എന്ന് പറയുന്ന ഒരു അറ്റോമിക് പവർ സ്റ്റേഷൻ ഉണ്ട്. കേട്ടോ, അറ്റോമിക് പവർ സ്റ്റേഷൻ, കക്രാപ്പാർ അറ്റോമിക് പവർ സ്റ്റേഷൻ എവിടെയാ? ഗുജറാത്തിലാ. ഈ താപ്തി റിവറിന്റെ കരയിലാണ്. താപ്തിയുടെ കരയിലാണ് ഈ അറ്റോമിക് പവർ പ്ലാന്റ് ഇരിക്കുന്നത്. സോ അതിൻ്റെ തന്നെയാണ് നമുക്ക് ഈ ഡാമും കാണാൻ പറ്റിയത്, കക്രാപ്പാർ ഡാം. കക്രാപ്പാർ ഡാമും ഉണ്ട്, കക്രാപ്പാർ അറ്റോമിക് പവർ സ്റ്റേഷനും ഉണ്ട്. എവിടെയാ? ഗുജറാത്തിൽ. ഓക്കെ, സോ ഇവർ രണ്ടുപേരുമാണ് നമുക്ക് വെസ്റ്റിലേക്ക് ഒഴുകുന്ന പ്രധാനപ്പെട്ട രണ്ട് നദി. ആരൊക്കെ? നർമ്മദയും താപ്തിയും. അതുപോലെ നമ്മുടെ ഗുജറാത്തിൽ വേറൊരു നദിയുണ്ട്, വളരെ ഫേമസ് ഒരു നദിയാണ്, വെസ്റ്റ് ഫ്ലോയിങ് ആണ്. സബർമതി എന്നൊരു നദിയുണ്ട്. അത് ഓർത്ത് വെക്കണം കേട്ടോ. ഇടയ്ക്ക് ചിലപ്പോഴൊക്കെ വെസ്റ്റ് ഫ്ലോയിങ് ചോദിക്കുന്നതാണ് സബർമതി. സബർമതി നമ്മുടെ ഗുജറാത്തിലാണ്.
നമ്മുടെ ഗുജറാത്തിൽ സബർമതി ആശ്രമമൊക്കെ കേട്ടില്ലേ? അതുപോലെ ഗുജറാത്തിലെ ഒരു നദിയാണ് സബർമതി. സബർമതി കരയിലാണ് ഗുജറാത്തിന്റെ അഹമ്മദാബാദ് സിറ്റി ഇരിക്കുന്നത്. അഹമ്മദാബാദ് സിറ്റിയിൽ, നമ്മുടെ ഗുജറാത്തിലെ അഹമ്മദാബാദ് സിറ്റി, അത് ഏത് റിവറിന്റെ കരയിലാണ്? ഈ സബർമതി നദിയുടെ കരയിലാണ് അഹമ്മദാബാദ് സിറ്റി. സബർമതിയും ഒരു വെസ്റ്റ് ഫ്ലോയിങ് റിവറാണ്, ഒരു മഹാനദി അല്ലെങ്കിലും ഒരു വലിയൊരു നദി, പ്രധാന നദി തന്നെയാണ് ആര്? സബർമതി. അത് അഹമ്മദാബാദ് സിറ്റി ഈ നദിയുടെ കരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. എവിടെയാ? ഗുജറാത്തിലാണ്, ഗുജറാത്തിൽ. ഓക്കെ, സോ ഇത്രയുമാണ് നമുക്ക് എവിടെ നമ്മുടെ പെനിൻസുലാറിൽ വരുന്ന പ്രധാനപ്പെട്ട നദികൾ എന്ന് പറയുന്നത്. നമ്മുടെ പെനിൻസുലാറിൽ വരുന്ന പ്രധാനപ്പെട്ട നദികൾ ഇത്രയും നദികളാണ്. സോ ഉള്ളതാണ് നമ്മുടെ ഹിമാലയൻ നദികൾ. നമുക്ക് ഹിമാലയൻ നദികളും ഇതുപോലെയുണ്ട്. സോ അടുത്ത ടോപ്പിക്കുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. ഓക്കെ, താങ്ക് യു.